CPIയുമായി വീണ്ടും സഹകരിക്കാൻ ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കും. മുതിർന്ന നേതാക്കൾ നടത്തിയ അനുനയ ചർച്ചയിലാണ് ധാരണ. S. രാജേന്ദ്രൻ BJPയിലേക്ക് പോകും എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. മൂന്നാറിൽ ഇന്ന് നടക്കുന്ന LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ S. രാജേന്ദ്രൻ പങ്കെടുക്കുകയാണ്. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, അങ്ങനെ S. രാജേന്ദ്രൻ CPIയിൽ തന്നെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, എസ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ഒക്കെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. രാജേന്ദ്രൻ എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യത്തിന് രാജേന്ദ്രൻ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന ഉത്തരം രാജേന്ദ്രൻ തന്നെ നൽകിയിരിക്കുകയാണ്. CPIയിൽ തന്നെ തുടരാനാണ് രാജേന്ദ്രന്റെ തീരുമാനം. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. LDFന്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ ദേവികുളത്ത് നടക്കുകയാണ്. ആ പരിപാടിയിൽ രാജേന്ദ്രൻ ഇപ്പോൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു വിധത്തിലുള്ള സൂചനയും ഇതുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം എന്ന് വേണം ഇതിനെ പറയാൻ. പക്ഷേ ഇതിന്റെ അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ, അതായത് CPIന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജേന്ദ്രൻ BJPയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ സജീവമായിരുന്നു. പലതരത്തിൽ രാജേന്ദ്രനോട് നമ്മൾ ആ കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊന്നും പൂർണ്ണമായിട്ടും അതിനെ തള്ളുന്നൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ തന്റെ പ്രസ്ഥാനം, അതായത് CPIന്റെ വാതിലുകൾ അടഞ്ഞാൽ മറ്റു വഴികൾ തേടുകയല്ലാതെ വഴിയില്ലല്ലോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുന്ന പോലും ഒരു അവസരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്തായാലും ഇപ്പോൾ ഒരു മറുപടി വന്നിട്ടുണ്ട്. CPIന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ എല്ലാ തരത്തിലുള്ള അനുനയമായിട്ടുള്ള കാര്യങ്ങൾ, അനുനയ നീക്കം നടന്നിട്ടുണ്ട്. അത് രാജേന്ദ്രൻ അനുകൂലമായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആവശ്യം മൂന്നാറിലെ KV ശശിക്ക് മുകളിൽ ഒരു പൊസിഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. അതുൾപ്പെടെ അംഗീകരിച്ച നിലയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ M. മണി അടക്കമുള്ള നേതാക്കളുമായി പലതരത്തിൽ അദ്ദേഹം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ന് അതേ M. മണിയും KV ശശിയും ഉൾപ്പെടുന്ന വേദിയിലാണ് ഈ S. രാജേന്ദ്രൻ എത്തിയിരിക്കുന്നതും നിലവിൽ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. S. രാജേന്ദ്രൻ CPIയിൽ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.